ഹരികൃഷ്ണൻ്റെ മരണത്തോടെ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശത്തുള്ള വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള ആളുകളെ 3-4 ദിവസത്തേക്ക് മുമ്പ് വിളിച്ചു ചേർക്കുകയും ആ മീറ്റിങ്ങിൽ വെച്ച് ഒരു ആക്ഷൻ കൗൺസിലിന്, ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ കൗൺസിലിന് രൂപം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രക്ഷാധികാരികളായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രശ്മി രഞ്ജിത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനുപമയുമാണ്. അതിൻ്റെ ചെയർപേഴ്സൺ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി രമണിയമ്മയാണ്. അതിന് കൺവീനറായിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അന്ന് ആ കൂടിയ യോഗത്തിൽ വെച്ച് ഈ ഹരികൃഷ്ണൻ്റെ മരണത്തെ തുടർന്ന് ഉണ്ടാകുന്ന കേസ്, അതുപോലെ ആ കുടുംബത്തിൻ്റെ പരാധീനതകൾ എന്നിവയൊക്കെ പരിഹരിക്കുന്നതിനും അത് അവർക്ക് ആ കുടുംബത്തിന് പരമാവധി നീതി ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ചർച്ച നടക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവരും പറയുകയും അതിനുവേണ്ടി അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത നമ്മുടെ നാട്ടുകാരും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായ ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടതനുസരിച്ച് കൊല്ലം ജില്ലയിൽ ഇന്ന് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വാദിക്കുന്ന ലീഡിംഗ് അഡ്വക്കേറ്റായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻരാജ് സാറിനെ കാണുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് അന്ന് രൂപം കൊടുത്ത ആക്ഷൻ കൗൺസിൽ 20 അംഗ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരുന്നു. ആ കമ്മിറ്റിയുടെ പ്രതിനിധികളും എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ 3-4 പേര് അഡ്വക്കേറ്റിനെ പോയി കാണുകയും അഡ്വക്കേറ്റ് ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടിരിക്കുന്നതിനുള്ള അനുവാദം ഞങ്ങൾക്ക് തരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം 1-2 നിയമപ്രശ്നങ്ങൾ പറയുകയും ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ അനുമതി ആവശ്യമായിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റും വാങ്ങി ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി പോവുകയും അവിടെ വെച്ച് അന്ന് മുഖ്യമന്ത്രി ഇല്ലാതിരുന്ന ആ കാര്യങ്ങളിലൊക്കെ നമുക്ക്